ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം നമ്മെ ഇടയാക്കുവാൻ സ്തോത്രം. എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സഹോദരിമാർ ആമേൻ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2025 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ദൈവമക്കളെ, കഴിഞ്ഞ 2024 അവസാനത്തിൽ ഇപ്പോൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് 2025 പ്രവേശിപ്പാൻ സ്വർഗം നമ്മെ ഇടയാക്കി. ആണ്ടിന്റെ ആരംഭം മുതൽ ദൈവസഭയായി ഈ ദേശത്ത് ദൈവം നമ്മെ പരിപാലിച്ചു. തുടർന്നുള്ള സമയം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ എല്ലാവരും ആയിരിക്കണമെന്ന് പ്രാരംഭത്തിലെ ഒന്ന് ഓർപ്പിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇന്നേ വരെ എന്നെ നിങ്ങൾ കാത്തു പരിപാലിച്ച ദൈവമാണ്. ആ ദൈവത്തെ പാടി ആരോഗ്യം എത്ര സന്തോഷമാണ്. ഒരുപാട് ദൈവത്തെ സ്തുതിച്ചാൽ ഈ വർഷം നമുക്ക് എല്ലാവർക്കും കർത്താവ് നല്ലവനായി.
മുള്ളിൻ കുരുക്കാലിൽ വീണതില്ല, കണ്ണിൽ തന്നെ നോക്കിയതീന, തുമ്പമൊന്നും വീശില്ല, കണ്ണിൽ തന്നെ നോക്കിയതീന, തുമ്പമൊന്നും വീശില്ല, കണ്ണിൻ മണിവോ എന്നെ കഴുകും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ള ഭയപ്പെടുവാൻ കാര്യമില്ല, പ്രാണനേക്കാൾ അരികിലുള്ള ഭയപ്പെടുവാൻ കാര്യമില്ല, സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല, സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല, കണ്ണിൻ മണിവോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹവാനും യേശുവേ. കണ്ണിൻ മണിവോ എന്നെ കരുതും, കണ്ണിൻ മണി പോലെ എന്നെ നിങ്ങളെ കരുതുന്ന ദൈവത്തെ സ്തുതിച്ചാൽ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ, സ്നേഹമാകും യേശുവേ, സ്നേഹമാകും യേശുവേ, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോലെ എന്നെ നിങ്ങളെ കാത്തു പരിപാലിച്ച ഒരു ദൈവത്തെ എത്ര പേർക്ക് ആരാധിക്കാൻ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ പാട്ടൊക്കെ പാടുമ്പോ ഞാൻ ഹൃദയം തകർന്നാ പാടുന്നു. കാരണം എന്താണെന്നറിയാം, കണ്ണിൻ മണി പോലെ എന്നെ നിങ്ങളെ കാത്തു പരിപാലിച്ച ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങൾക്കുപരിയായി എന്നെ നിങ്ങളെ ദേശത്ത് മാറ്റിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം എത്ര പേർക്ക് വിശ്വസ്തനാണ്. അവന്റെ ഹല്ലേലൂയ എന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തിന്റെ എഴുന്നേറ്റാണ്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ എന്നെ നിങ്ങളെ ഓർത്തിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മളെ താങ്ങിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഈ മരുഭൂ യാത്രയിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിരവധി എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ അനുകൂലമാക്കിയ ദൈവത്തെ ഞാൻ കാണിച്ചു. അന്യഭാഷകൾ ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവരും കാര്യം കാണിച്ചാൽ വിശ്വാസം
കൃപയോ എന്നാനന്ദമാം. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. എന്തിനാൾ ചെയ്തവനെന്നെ ഓർത്തല്ലോ, ഓരവൈരിയും ബലമവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവനെന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം
എന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു ദൈവമുണ്ട്. നമ്മുടെ സ്ഥിതി ഒരു ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നു. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ട് എന്റെ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഈ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് കേരളത്തിന്റെ പല ജില്ലയിൽ കിടന്ന് നമ്മൾ ഒരുമിച്ച് ഈ രാജ്യത്ത് ഇവിടെ ഒരുമിച്ച് ഒത്തുകൂടാൻ അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ട്. ജീവിതമാകുന്ന പടക് പലപ്പോഴും മുക്കാൽ ശത്രു നോക്കും, എന്നാൽ പടക് മുങ്ങാതെ കാത്ത് പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. നമ്മുടെ കണ്ണുനീർ കണ്ട മനസ്സറിയുന്ന ദൈവമാണ്. ആ ദൈവം എന്റെ നിങ്ങളുടെ നിലവിളി കണ്ട് മറികടന്നു പോകുന്ന ഒരാളല്ല. ആ ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ വിശ്വാസനായകനെ നോക്കി അടുത്ത വർഷം മുന്നോട്ട് പോകണം കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസനായകനെ നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് 2026 നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമാണ്. 2026 ഡിസംബറിൽ നിങ്ങൾ ഇവിടെ വന്ന് വിശ്വാസനായകനെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷ്യം പറയാം. 2025 വിശ്വാസനായകനെ നോക്കി ഞാൻ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് എന്റെ നിങ്ങളെ പടക് മുങ്ങാതെ ദൈവം കാത്ത് പരിപാലിച്ചു. 2026 നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെ വർഷമാണെങ്കിൽ ഈ വിശ്വാസ നായകനെ മുറുകെ പിടിച്ചോളാം. ഒത്തിരി പ്രയാസങ്ങളും പരീക്ഷകളും ഒക്കെ 2026 നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പരീക്ഷകളെ കണ്ട് ഭയന്ന് മാറിപ്പോകുന്നത് ും
വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു മാറും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കെന്ന ദൈവത്തെ കരകൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവത്തെ സ്തുതിച്ചാണ്. ആഹാരം കൊടുക്കുന്നവരെ, സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവരെ, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവന്റെ ദൈവത്തേക്കുള്ളത് ദൈവമക്കളെ സ്തോത്രം ചെയ്താട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. നമ്മളെ താഴ്ച നമ്മെ ഉയർത്തിയവൻ, നമ്മളെ പരിപാലിച്ചവൻ അവൻ ദൈവം മാത്രമാണ്. 2025 നമ്മെ വിട്ട് കടന്നു പോവുക. അവൻ ചില നിമിഷങ്ങളുടെ മാത്രം, ചില മിനിറ്റുകളുടെ മാത്രം അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, ദൈവത്തെ മഹത്വം കൊടുത്താട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. കർത്താവേ, ഞങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 2026 ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നാമത്തിൽ ഞങ്ങൾ 2026 പ്രവേശിക്കുന്നു. 2025 അനുഗ്രഹത്തോടെ നടത്തിയവൻ, അത്ഭുതകരമായി നടത്തിയവൻ, അതിശയമായി നടത്തിയവൻ, അന്ന് മാത്രം അങ്ങേ ആരാധിക്കുന്നു നാഥ. അങ്ങേക്ക് മഹത്വം, സകല മഹത്വം അങ്ങേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച അവൻ കരങ്ങളെ ഒരുപോലെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്വർഗം നമുക്ക് ദാനമായി തന്നു. സന്തോഷത്തോടെ 2025 നമ്മെ നടത്തിയ ദൈവത്തെ അതേ കരങ്ങളെ അടിച്ചു അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ആമേൻ. എല്ലാവർക്കും ആമേൻ. കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, കടന്നു വന്ന എല്ലാവർക്കും ഹാലേലൂയ പുതുവത്സര ആശംസകൾ 2026 ദൈവത്തിൽ അർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം നമ്മെ നടത്തി ദൈവത്തിന് സകലമഹത്വം അർപ്പിക്കുന്നു. തുടർന്ന് ഹാലേലൂയ നമുക്ക് ദൈവത്തിലായിരിക്കാം പ്രാർത്ഥനയോട്. ആമേൻ. ഹാലേലൂയ പുതിയ വർഷത്തിൽ ആമേൻ പ്രാരംഭ സമയം ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി, ആത്മാവ് ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. എത്ര സന്തോഷകരമായ അനുഭവമാണ്, ഭാഗ്യകരമായ അനുഭവം. ഹല്ലേലൂയ. ആത്മാവ് ദൈവത്തെ സ്തുതിച്ച് 2025 2024 ഒടുവിൽ 2025 പ്രവേശിച്ചതുപോലെ 2025 ഒടുവിൽ വന്ന് ആത്മാവ് ദൈവത്തെ സ്തുതിച്ച് 2026 പ്രവേശിപ്പാൻ സ്വർഗ്ഗം നമ്മെ ഇടയാക്കി. ദൈവത്തിന്റെ കരുണയൊന്നുമാണ്, ദൈവത്തിന്റെ കൃപയൊന്നുമാണ്. അവൻ പ്രാരംഭ സമയം തന്നെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുവാനുണ്ട്. അതിനാധാരമായി നമുക്ക് ചിന്തിക്കാം. ആവർത്തന പുസ്തകം Deuteronomy chapter 31 verse 8. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയില്ല. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം. ആമേൻ. 2026 പ്രാരംഭ സമയം ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനും ദൈവജനവുമായിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടുന്ന ആലോചന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുമ്പോൾ പ്രാർത്ഥനയോടെ ആലോചന കേട്ട് പ്രാർത്ഥനയോടെ ദൂത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി പ്രഭാതത്തില് പ്രാരംഭ സമയം ദൈവത്തിലായിരിക്കുന്നെങ്കിൽ നമുക്കത് അനുഗ്രഹമാണ്. കാരണം ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. 2025 ഞങ്ങളെ വിട്ട് കടന്നുപോയി. 2026 പ്രാരംഭ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിലേക്ക് ആയിരിപ്പാ 2026 പ്രവേശിപ്പാ സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കിയതിനാൽ സ്തോത്രം. അങ്ങയുടെ ആത്മാവിന് എഴുതപ്പെട്ട തിരുവചനം ഇന്ന് രാത്രി സ്വാമി പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അല്പസമയ വചനമായി നിൽക്കട്ടെ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം. അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. ഇടയാകുന്നതിനെ ബലപ്പെടുത്തണം. കൃപയിൽ പുതിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ. മോശയുടെ അവസാന കാലഘട്ടങ്ങളിൽ സ്തോത്രം മോശ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം ശക്തനായി നിർത്തിയിരിക്കുന്ന ഒരു ഭാവിദാസനായിരുന്നു മോശ. എന്നാൽ തന്റെ അവസാന നിമിഷങ്ങൾ അടുത്തു വന്നപ്പോ തനിക്ക് ആമേൻ പിൻഗാമിയായി ആമേൻ യോശുവ ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ യോശുവയെ ജനത്തെ നയിപ്പാനായി ആമേൻ ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധി നിർത്തുവാൻ ആമേൻ ഇടയായി തീർന്നു. ആ അവസാന സമയങ്ങളിലും ദൈവത്തിന്റെ അരുളപ്പാട് മോശയോട് അരുളി ചെയ്ത ദൈവത്തിന്റെ തിരുവചനമാണ് ഇന്ന് രാത്രി നമ്മളവിടെ വായിച്ചത്. ആമേൻ. സ്തോത്രം. ഇസ്രായേലിനെ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, അതേ വചനം ഇന്ന് രാത്രി ആമേൻ ഇടങ്ങളാകുന്ന നമ്മളോട് ദൈവാത്മാവ് പറയുന്ന ഒന്ന് മാത്രമാണ്: യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. ഇന്ന് രാത്രി 2026 പ്രവേശിച്ച ദൈവസഭയോട് ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ കാര്യം: നമുക്ക് മുമ്പായി ദൈവം നടക്കണം. നമുക്ക് മുൻപായി ദൈവം നടക്കണം. ദൈവസഭ ആമേൻ മുൻപോട്ട് പോകുമ്പോ സഭയ്ക്ക് മുൻപായി ആരുണ്ട്? ദൈവമുണ്ട്. ദൈവജനം മുൻപോട്ട് പോകുമ്പോ ആത്മീയമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മീയമായി ആരാധിച്ചു, ആത്മീയമായി ബലപ്പെട്ട്, ആത്മീയമായ അനുഗ്രഹം പ്രാപിപ്പോ ആഗ്രഹത്തോട് പ്രാർത്ഥനയോട് ദൈവത്തിന് മുൻപോട്ട് പോകുമ്പോ ആരും നിനക്ക് മുൻപായി പോകണം. ദൈവം നിനക്ക് മുൻപായി പോകണം. കർത്താവ് മുൻപായി പോകണം. കേട്ടോ, ഇന്ന് രാത്രി സന്തോഷമുണ്ട് ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, നമുക്ക് മുൻപായി ഈ ലോകമല്ല പോകേണ്ടത്, ലോകത്തിന്റെ മോഹങ്ങളല്ല പോകേണ്ടത്, ലോകക്കാരല്ല പോകേണ്ടത്. നമുക്ക് മുമ്പായി നമ്മെ വിളിച്ചു വേർതിരിച്ച, നമ്മെ വീണ്ടെടുത്ത സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് മുൻപായി പോകണം. ഇന്ന് മുതൽ ഈ 2026 ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ മുൻപോട്ട് നടത്തുന്നെങ്കിൽ ഒറ്റ കാര്യം മാത്രം ആഗ്രഹിക്കുക. വചനത്തിലൂടെ ഒറ്റ കാര്യം തീരുമാനിക്കുക: എനിക്ക് മുൻപായി എന്റെ കർത്താവ് പോകണം. എനിക്ക് മുമ്പായി എന്റെ കർത്താവ് നടക്കണം. എനിക്ക് മുമ്പായി എന്റെ കർത്താവ് നടക്കുമ്പോ എന്റെ കർത്താവിന്റെ പുറകിൽ എനിക്ക് പോകാൻ പറ്റും. സ്വതന്ത്രം, സ്വതന്ത്രം. ആമേൻ. പലരുടെ മുമ്പിലും കർത്താവില്ല. യേശുവിന്റെ രക്തം ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ.
പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ആരാധനയുണ്ടോ? ഉണ്ട്. പക്ഷെ കർത്താവ് ഉണ്ടോ? കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവ് മുമ്പിലുണ്ടെങ്കിൽ, കർത്താവ് മുമ്പിൽ പോകുന്നെങ്കിൽ ആ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് കർത്താവിന്റെ പുറകിൽ അങ്ങോട്ട് പോകാമെങ്കിൽ ഇന്ന് രാത്രി വചനം വിടുതലായി തന്നെ വ്യാപരിപ്പാനിടയാകും. എന്താ? കർത്താവ് നിനക്ക് മുമ്പായി പോകുന്നുവെങ്കിൽ, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നുവെങ്കിൽ അവൻ നിന്നോടുകൂടെ ഇരിക്കും. ആരിയിരിക്കും? കർത്താവ് നിന്നോടുകൂടെ ഇരിക്കും. അവനോടൊപ്പം ഞാൻ ഇരിക്കും. സ്വോത്രം. സന്തോഷമുണ്ടോ? കർത്താവ് എന്റെ കൂടെ ഇരിക്കണമെങ്കിൽ, എന്റെ കൂടെ കർത്താവ് ഇരിക്കണമെങ്കിൽ എന്റെ പുണ്യപ്രവർത്തികൾ കൊണ്ട് നടക്കത്തില്ല, എന്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് നടക്കത്തില്ല, എന്റെ യോഗ്യത കൊണ്ട് നടക്കത്തില്ല, എന്റെ ഹാലരിയ പദവി കൊണ്ട് നടക്കത്തില്ല. താഴ്മയോടെ എന്റെ കർത്താവിന്റെ സന്നിധി നിന്ന എനിക്ക് മുമ്പ് എന്റെ കർത്താവ് നടക്കും. അവൻ മോശയോടൊപ്പം നടന്ന ദൈവം, മോശയ്ക്ക് മുമ്പായി നടന്ന ദൈവം. അതുകൊണ്ട് മോശയോട് ആയിരുന്നു ദൈവം ഇരുന്നെങ്കിൽ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് നടക്കുന്നെങ്കിൽ നമ്മുടെ കൂടെ ആരിയിരിക്കും? എന്റെ യേശു ഇരിക്കും. എന്റെ യേശു എന്റെ വലത്തുഭാഗത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭാരപ്പെടണം? എന്തിനു ഭയപ്പെടണം? നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് കൂടിയിരിക്കുന്നെങ്കിൽ സ്വോത്രം. അങ്ങ് ഭാരമാ, കൈവിട്ടു. സ്വോത്രം. ആമേൻ. ഇന്ന് നല്ലൊരു ശതമാനം ദൈവമക്കളുടെ വാക്കുകൾ ഇതാ: കൈവിട്ടു, ഉപേക്ഷിച്ചു. കർത്താവിനെ എന്താ ഈ ഉറപ്പില്ലാത്ത കാരണം? കർത്താവ് കൂടെ ഇരുന്നെന്ന് ഇല്ലെന്നുള്ള ഒരു കാര്യം. കർത്താവ് കൂടെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ കർത്താവ് മുമ്പായി നടക്കുന്നവൻ, അവന്റെ കൂടെ കർത്താവ് ഇരിക്കും. ആ ഉറപ്പുള്ളവൻ ഒരുറപ്പുണ്ട്. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം എന്നെ കൈവിട്ടാലും, ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ കർത്താവ് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്റെ കർത്താവിനെ ഉപേക്ഷിക്കത്തില്ല, എന്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ല. സന്തോഷമുണ്ടോ? എന്റെ കർത്താവിന്റെ കൂടെ ഇരിക്കണം. അത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കണം. ഈ പ്രഭാത സമയം, പ്രാരംഭ സമയത്ത്, ഈ വർഷത്തിന്റെ പ്രാരംഭ സമയത്തിൽ ഈ വചനത്തിലൂടെ എടുക്കേണ്ട തീരുമാനം, എന്റെ കൂടെ ഈ ലോകം വേണ്ട, ലോകത്തിന്റെ മോഹങ്ങൾ ഇരിക്കണ്ട, ജഡത്തിന്റെ മോഹം എന്റെ കൂടെ ഇരിക്കണ്ട, ജഡത്തിന്റെ ചിന്ത എന്റെ കൂടെ ഇരിക്കണ്ട. കാരണം ജഡത്തിന്റെ ചിന്ത ദൈവത്തിന് ശത്രുത്വമായതൊന്നും എന്റെ കൂടെ ഇരിക്കണ്ട. എന്റെ കൂടെ ഇരിക്കേണ്ടത് എന്റെ യേശു മാത്രം. ആ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ, യേശു എന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, ഞാൻ കൈവിടപ്പെട്ടവനാകത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ നീ പേടിക്കത്തില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. പേടിക്കരുത്. പേടി മനുഷ്യനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഭ്രമിച്ചു പോകുന്ന അവസ്ഥ, പേടിച്ചു പോകുന്ന അവസ്ഥ. ശരിയല്ലേ? 2026 മുൻപോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പോകുന്നു. അവൻ പേടിച്ചു പോകാം, ഭ്രമിച്ചു പോകത്തക്ക നിലയുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവൻ മുൻപിലുണ്ടെന്ന് ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് ദൂത് പറയുക. ദൈവദാസനോട് ദൈവജനത്തോട് പറയുക. പേടിച്ചു ഭ്രമിച്ചു പോകത്തക്ക നിലയുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധി. കുഞ്ഞുങ്ങളെ അവൻ ശ്രദ്ധിച്ച് കേട്ടോ. അവൻ സ്വത്രം പേടിച്ചു ഭ്രമിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വചനത്തിലൂടെ ദൂത് വെളിപ്പെടുത്തുക. എന്നാ നീ പേടിക്കാനുള്ളവനല്ല, നമ്മൾ പേടിക്കാനുള്ളവനല്ല, നമ്മൾ ഭ്രമിക്കാനുള്ളവരല്ല, നമ്മൾ ഭ്രമിച്ചു പോകേണ്ടവരല്ല. കാരണം നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നമ്മൾ കൈവിടപ്പെട്ടവരല്ല. നമ്മുടെ യേശു നമ്മുടെ കൂടെ ഇരിക്കും. സ്വോത്രം. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി യേശു മുൻപിൽ പോകട്ടെ. യേശുവിന്റെ വചനം മുൻപിൽ പോകട്ടെ. കർത്താവിന്റെ പ്രമാണം മുൻപിൽ പോകട്ടെ. കർത്താവിന്റെ കൽപ്പന മുമ്പിൽ പോകട്ടെ. എല്ലാത്തിനേക്കാൾ ഉപരിയായി ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയും. കടന്നു വന്ന സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, ദൈവദാസനെ, ദൈവാത്മാവ് പറയുന്നു, ഈ ലോകത്തിലെ നീ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു ഒക്കെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. അതിന് പ്രാധാന്യം കൊടുക്കാതെ, അതിന് നീ പ്രാധാന്യം കൊടുക്കാതെ യേശുവിന്റെ വചനത്തിന്, ദൈവത്തിന്റെ ആത്മാവിന്, ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ഉപവാസത്തിന് ഈ രാത്രി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എനിക്ക് മുൻപ് എന്റെ യേശു പോകണം. എന്റെ എല്ലാ വിഷയത്തിനും നടുവിൽ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ കർത്താവോട് പറയണം, കർത്താവേ
എന്റെ മുമ്പിൽ അങ്ങ് പോകും, എന്റെ മുമ്പിൽ അങ്ങ് പോകും, എന്റെ മുമ്പിൽ അങ്ങ് പോകും, എന്റെ മുമ്പിൽ അങ്ങ് പോയാ അങ്ങന്റെ കൂടെ ഇരിക്കുമെന്ന വചന ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷമുള്ള ദൈവമാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 33:14 വായിക്കുമ്പോൾ ആമേൻ എക്സോഡസ് ചാപ്റ്റർ 33:14 വായിച്ചാൽ ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33:14 അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. കേട്ടോ? ഹല്ലേലൂയ. മോശയുടെ അനുഭവം നമ്മൾ വായിച്ച ഭാഗം മോശയുടെ അവസാന കാലഘട്ടങ്ങളിൽ മോശയോടുള്ള ദൈവത്തിന്റെ അരുളപ്പാണ്. ഇത് ശരിക്കും മോശയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു വചനം അവിടെ. ആമേൻ. സ്തോത്രം. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ആമേൻ. സ്തോത്രം. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ നിനക്ക് സ്തോത്രം. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആമേൻ ദൈവദാസനായ മോശയുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആമേൻ. കടന്നു വരാനുള്ള കാരണം ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ജനമായിരുന്നു. ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ജനനിമിത്തം തന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആ വചനത്തിനകത്ത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സന്തോഷമുണ്ട്. ദൈവമേ, നീ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ ആരാധിച്ച് ദൈവസനെ മുൻപോട്ട് പോകുക. ദൈവസനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മുൻപോട്ട് പോകാൻ തടസ്സമായി ചില അസ്വസ്ഥതകൾ അതിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകത്തക്കതിലുള്ള ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നീ ഭയപ്പെട്ടു പോകാനോ നീ ഭ്രമിച്ചു പോകാനോ ഇടയാകാതിരിക്കണമെങ്കിൽ ആരുടെ സാന്നിധ്യം നിനക്ക് മുൻപായി പോകണം. യേശുവിന്റെ നാമത്തിൽ എടുക്കുന്നു. ആരുടെ സാന്നിധ്യം അവൻ നിനക്ക് മുൻപായി പോകണം. യേശുവിന്റെ സാന്നിധ്യം മുൻപായി പോകണം. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നിനക്ക് മുൻപായി പോയാൽ നിനക്ക് സ്വസ്ഥതയുണ്ട്, നിനക്ക് സ്വസ്ഥതയുണ്ട്. ആമേൻ. നീ കൈവിടപ്പെട്ടവനാകത്തില്ല, നീ ഉപേക്ഷിക്കപ്പെട്ടവളാകത്തില്ല, ഉപേക്ഷിക്കപ്പെട്ടവനായി മാറത്തില്ല. കാരണം എന്റെ കർത്താവ് കൂടെ സ്വസ്ഥതമായി സമാധാനമായി ആത്മാവ് ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കുക. രാത്രി ദൈവവചനം ശക്തമായി നമ്മുടെ മധ്യ വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ വ്യാപരിക്കുക. ആത്മാവ് ദൈവത്തിന്റെ വചനം ദൂതായി ഇറങ്ങുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വിരോധമാ, ദൈവജനത്തിന് വിരോധമാ, വചനത്തിന് വിരോധമാ, അവർ വചനത്തിന്റെ വിടുതലിന് വിരോധമാ എഴുന്നേറ്റ് വാദിക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതിയിൽ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വചനത്തിന് മുമ്പാകെ സ്വസ്ഥത നൽകുന്ന ദൈവം. സ്വതന്ത്രം. ഒറ്റ ദിവസം പോലും പറയരുത് എനിക്ക് സ്വസ്ഥതയില്ലെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ മുതൽ സഹോദരിമാർ, സഹോദരന്മാർ, പരിശുദ്ധാത്മാ പറയുക, ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നിന്റെ നാവ് കൊണ്ട് പറയാൻ ഇടവരുത് നിനക്ക് സ്വസ്ഥതയില്ല, നിനക്ക് സമാധാനമില്ലെന്ന് പറയാൻ ഇടവരുത്. തീരുമാനമെടുക്കാമോ? നിനക്ക് മുമ്പായി നിന്റെ കർത്താവ് ഉണ്ടെങ്കിൽ, നിനക്ക് മുമ്പായി നിന്റെ കർത്താവ് നടക്കുന്നത് ദൈവങ്ങളെ വചനം ഏറ്റെടുക്കുക. ഇന്ന് രാത്രി പറ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക. അവൻ ചുമ്മാ ഇരുന്നോണ്ട് വകുപ്പടിക്കാതെ, ചുമ്മാ ഇരുന്നോണ്ട് അതും പറയാതെ അവൻ എന്റെ പ്രശ്നം മാറുന്നില്ല, എനിക്ക് ദൈവം പ്രവർത്തിക്കുന്നു. ചുമ്മാ ഇരുന്നോണ്ട് അതും പറഞ്ഞ് പോയ വർഷങ്ങളിൽ പറഞ്ഞ ദിവസങ്ങളിൽ മുൻപോട്ട് പറ, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വസ്ഥതയുള്ളവരാ. ദൈവത്തെ ആരാധിക്കും, സമാധാനമുള്ളവരാ, ദൈവത്തെ മഹത്വപ്പെടുത്തും, ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ തീരുമാനിച്ച് ദൈവ മുമ്പാകെ സമർപ്പണത്തോടെ ആയിരിക്കാം.